തിരുവനന്തപുരത്ത് കള്ളിക്കാട് നിന്ന് യുവാവിനെ അജ്ഞാത സംഘം തട്ടിക്കൊണ്ടുപോയി. മയിലോട്ടുമൂഴിയിൽ താമസിക്കുന്ന ബിജു തങ്കച്ചനെയാണ് തട്ടിക്കൊണ്ടുപോയത്. നെയ്യാറ്റിൻകരയിൽ റാബിയ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം നടത്തുന്ന ബിജു തങ്കച്ചനെയാണ് തട്ടിക്കൊണ്ടുപോയത്. 15ഓളം പേർ ചേർന്ന് തട്ടിക്കൊണ്ടുപോയെന്നാണ് വിവരങ്ങൾ പുറത്തുവന്നത്. ഏറ്റവും ഒടുവിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ടിൻഡു നൽകിയ സൂചനയനുസരിച്ച് ഈ ബിജുവിനെ കണ്ടെത്തിയതായി സൂചനയുണ്ട്. ടിൻഡു വിവരങ്ങൾ നൽകും. ടിൻഡു, നീലിമ, ബിജുവിനെ ആര്യനാട് നെടുമങ്ങാട് ഭാഗത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയെന്നാണ് അവസാനമായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഇയാളെ തിരുവനന്തപുരം കാട്ടാക്കട പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് എത്തിച്ചിരുന്നു. അല്പസമയം മുമ്പാണ് പോലീസ് അദ്ദേഹത്തെ ഇവിടെ എത്തിച്ചിരുന്നത്. പിന്നീട് അദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥതകളുണ്ടായി. അങ്ങനെ വീട്ടുകാരോടൊപ്പം സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. വൈകുന്നേരത്തോടു കൂടിയായിരുന്നു കള്ളിക്കാട് പെട്രോൾ പമ്പിൽ നിന്നും മയിലാട്ടുമൂഴി സ്വദേശി ബിജു തങ്കച്ചനെ 15 പേരടങ്ങുന്ന ഒരു സംഘം തട്ടിക്കൊണ്ടു പോകുന്നത്. ഈ നെയ്യാറ്റിൻകരയിൽ റാബിയ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം നടത്തുന്ന ആളാണ് ബിജു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള തട്ടിക്കൊണ്ടു പോകൽ നടന്നിട്ടുള്ളതെന്നാണ് പ്രാഥമികമായിട്ടും ലഭിക്കുന്ന വിവരം. 15ഓളം പേർ ചേർന്നാണ് ബിജുവിനെ തട്ടിക്കൊണ്ടു പോയത്. കാട്ടാക്കട പോലീസ് ഈ സംഭവം അറിഞ്ഞുടൻ തന്നെ തെരച്ചിൽ ആരംഭിച്ചിരുന്നു. CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നതിനിടയിലാണ് ഇത്തരത്തിൽ നെടുമങ്ങാട് ഭാഗത്ത് നിന്നും ബിജുവിനെ കണ്ടെത്തുന്നത്. ബിജുവിനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് കണ്ടെത്തുന്നത്. ശാരീരികമായിട്ട് മൽപ്പിടുത്തം നടന്ന ലക്ഷണമോ അതേ മർദ്ദിച്ച ലക്ഷണമോ ഒന്നും കാണുന്നില്ല എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇവരും ഈ തട്ടിക്കൊണ്ട് പോയ ആൾക്കാരും ബിജുവും തമ്മിൽ വിസയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നാണ് അനൗദ്യോഗികമായിട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഇത് വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരുടെ കയ്യിൽ നിന്നാണ് പണം വാങ്ങിയതെന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. നിലവിലിപ്പോൾ ബിജു ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാരണം ശാരീരിക അസ്വസ്ഥതകളുണ്ട്, ചെറുതായി നെഞ്ചുവേദന അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ തുടരാൻ സാധിച്ചിരുന്നില്ല. ബന്ധുക്കൾ എത്തിയാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഈ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ മാറിയതിനു ശേഷം ബിജുവിൽ നിന്നും പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ തേടാനും അന്വേഷണം വിപുലീകരിക്കുവാനാണ് കാട്ടാക്കട പോലീസിന്റെ തീരുമാനം. എന്തായാലും നിലവിലിപ്പോൾ പോലീസ് അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഈ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്ന ബിജുവിനെ നെടുമങ്ങാട് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. നീലിമ.